സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും 15 മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണമുണ്ടായി. വൈകിട്ട് 7-ന് ശേഷം വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്ന് KSEB നേരത്തെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. വൈദ്യുതി ലഭ്യതയിൽ പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു മന്ത്രി സണ്ണി ജോസഫ് നേരത്തെ പറഞ്ഞത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം രൂക്ഷമായിരിക്കുന്നത്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴയിലുണ്ടായ കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും തിരിച്ചടിയാണെന്നാണ് KSEB പറയുന്നത്. വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും KSEB പറയുന്നു. മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ചത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസത്തെ അപേക്ഷിച്ച് ഏകദേശം 300 മുതൽ 400 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും KSEB കണക്കുകൂട്ടുന്നു. കിഫ്ബിക്ക് അഴിച്ചുപണിക്കായി സമിതിക്ക് രൂപം നൽകാൻ സർക്കാർ. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ സുധാ പിള്ളയെ വിദഗ്ധ സമിതിയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. സമിതിയിൽ 5 അംഗങ്ങളാണുള്ളത്. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കിഫ്ബിയുടെ സാമ്പത്തിക സാങ്കേതിക ഘടനകളിൽ പരിശോധന നടക്കും. സംസ്ഥാന വികസനത്തിന് കുറ്റമറ്റ സംവിധാനമായി കിഫ്ബിയെ മാറ്റണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. കൂടാതെ പുനഃസംഘടനയ്ക്കുള്ള സമഗ്ര നിർദ്ദേശവും സമിതി സമർപ്പിക്കണം. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലും നിയമനങ്ങളിലും സർക്കാരിന്റെ നിയന്ത്രണം വരും. നിലവിൽ കിഫ്ബി നേരിട്ട് നിയമിച്ച 400ഓളം കരാർ ജീവനക്കാരുടെ നിയമനവും പുനഃപരിശോധിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വൻതോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അന്ന് പ്രതിപക്ഷമായി UDF കിഫ്ബിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. നിയമന തട്ടിപ്പ്. ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്തെത്തി. നിയമന തട്ടിപ്പ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം മേധാവി IG അജിത ബീഗം PSC ആസ്ഥാനത്തെത്തി ചെയർമാനുമായി കൂടിക്കാഴ്ച നടത്തി. അന്വേഷണ രീതിയും ആവശ്യമായ രേഖകളെക്കുറിച്ചും IG സംസാരിച്ചതായാണ് വിവരം. ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിക്കാൻ PSC തീരുമാനിച്ചതിന് പിന്നാലെയാണ് IG എത്തിയത്. അതിവേഗമാണ് അന്വേഷണം നടക്കുന്നത്. വൈകുന്നേരമാണ് IG അജിത ബീഗം പട്ടത്തെ PSC ആസ്ഥാനത്തെത്തിയത്. 1 മണിക്കൂറോളം ചെയർമാൻ MR ബൈജുവുമായി കൂടിക്കാഴ്ച നടത്തി. നിയമന രീതി, പരീക്ഷ നടത്തിപ്പ്, ആവശ്യമായ രേഖകൾ എന്നിവയെക്കുറിച്ചെല്ലാം സംസാരിച്ചതായാണ് വിവരം. രേഖകൾ ആവശ്യപ്പെട്ട ഉടൻ സംഘം ഔദ്യോഗികമായി PSCക്ക് കത്ത് നൽകും. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലെ മരുന്ന് പരിശോധനയിൽ കണ്ടെത്തിയ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ നിരോധിച്ചു. മെയ് മാസം നടത്തിയ ഗുണനിലവാര പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയ മരുന്ന് ബാച്ചുകളുടെ വിതരണവും വിൽപ്പനയാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്. കാസകൽപ്പ, കഫ് സിറപ്പ്, പെയിൻ നിവാരണ ചൂർണം എന്നിവയിൽ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വിൽപ്പനയും വിതരണവുമാണ് നിരോധിച്ചത്. ഈ മരുന്നുകളുടെ സ്റ്റോക്ക് കൈവശമുള്ളവർ അത് വിതരണക്കാർക്ക് തിരികെ നൽകാൻ അധികൃതർ നിർദ്ദേശിച്ചു. മരുന്നുകളുടെ സ്റ്റോക്ക് കൈവശമുള്ള വ്യാപാരികളും ആശുപത്രികളും അവ തിരികെ വിതരണക്കാരന് നൽകി വിശദാംശങ്ങൾ ബന്ധപ്പെട്ട ജില്ലാ ആയുർവേദ ഡ്രഗ്സ് ഇൻസ്പെക്ടർമാരെ അറിയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഹോട്ടലിൽ നിന്ന് വാങ്ങിയ മുട്ടക്കറിയിൽ ഒച്ച്. ഹോട്ടൽ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി നഗരസഭ ആരോഗ്യ വിഭാഗം. എറണാകുളം വടക്കൻ പറവൂരിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ മുട്ടക്കറിയിൽ ഒച്ചിനെ കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് അടിയന്തരമായി ഹോട്ടൽ അടച്ചുപൂട്ടാൻ നഗരസഭ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി. KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ചായപ്പീടിക എന്ന ഹോട്ടലിനെതിരെയാണ് നടപടി സ്വീകരിച്ചത്. പറയക്കാട് സ്വദേശി ഓൺലൈനായി വാങ്ങിയ മുട്ടക്കറിയിലാണ് ഒച്ചിനെ കണ്ടെത്തിയത്. ഭക്ഷണം പകുതിയോളം കഴിച്ച ശേഷമാണ് ഇവർ കറിയിൽ ഒച്ചിനെ കണ്ടത്. പാതി വന്ന നിലയിലായിരുന്നു ഒച്ച്. ഉടൻ തന്നെ ബില്ലും കറിയുടെ ഫോട്ടോയും സഹിതം ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ഇയാൾ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നഗരസഭാ അധികൃതർ വടക്കൻ പറവൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ചായപ്പീടിക എന്ന ഹോട്ടൽ പരിശോധന നടത്തുകയും തുടർന്ന് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു.